ട്രംപിന്റെ കടുത്ത തീരുമാനങ്ങൾ മസ്കിന്റെ ബിസിനസ് സാമ്രാജ്യത്തെ ബാധിക്കുന്നു. ചൈനയിൽ ടെസ്ല കാറുകളുടെ വിപണി ഇടിഞ്ഞു. കാർ വിപണിയിൽ പിടിച്ചു നിൽക്കാൻ ഇന്ത്യയിലേക്ക് ചേക്കേറാൻ മസ്ക്. 41 രാജ്യങ്ങളിലെ പൗരന്മാർക്ക് യാത്രാ വിലക്കേർപ്പെടുത്താൻ US ഒരുങ്ങുന്നു. ട്രംപിന്റെ അപ്രതീക്ഷിത നീക്കങ്ങളിൽ ഞെട്ടി ലോകരാഷ്ട്രങ്ങൾ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സന്തത സഹചാരിയായതോടെ ഇലോൺ മസ്കിന് കഷ്ടകാലം. മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള ടെസ്ലയുടെ ബിസിനസ്സിൽ വലിയ ഇടിവുണ്ടായി. ഇതുകൂടാതെ ടെസ്ലയ്ക്കെതിരായ പ്രതിഷേധങ്ങളും കനത്തതോടെ കാർ വിൽപ്പനയിലും തിരിച്ചടി നേരിട്ടു. യൂറോപ്പിലടക്കം ട്രംപിന്റെ നയങ്ങൾ കാരണം മസ്കിന് എതിരായാണ് പ്രതിഷേധം രൂപപ്പെടുന്നത്. ഇതോടെ ഇവിടെയും ടെസ്ലയുടെ ബിസിനസ് തകർച്ചയിലായി. ഇപ്പോഴിതാ അമേരിക്ക കഴിഞ്ഞാൽ ടെസ്ലയുടെ ഏറ്റവും വലിയ വിപണിയായ ചൈനയിലും തിരിച്ചടി നേരിടുകയാണ്. ചൈനീസ് ആഭ്യന്തര വിപണിയിലാണ് ടെസ്ല വെല്ലുവിളി നേരിടുന്നത്. ഷവോമി, BYD പോലുള്ള കമ്പനികൾ ക്ഷമതയും മികവുറ്റ സാങ്കേതിക വിദ്യയും രൂപകൽപ്പനയും ചേർത്ത വൈദ്യുത കാറുകൾ അവതരിപ്പിച്ചതോടെ ചൈനയിൽ അടിപതറുകയാണ് ടെസ്ലയ്ക്ക്. ഒരു ടെസ്ല കാറിന്റെ വിലയ്ക്ക് 2 വൈദ്യുത കാറുകൾ ലഭിക്കുമെന്നതാണ് സ്ഥിതി. ഓഹരി വിപണിയിലും കൈപ്പൊള്ളി തുടങ്ങിയതോടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് തീരുവ യുദ്ധത്തിൽ മുന്നറിയിപ്പ് നൽകി രംഗത്ത് വന്നിരിക്കുകയാണ് ടെസ്ല. ചൈനയിൽ ടെസ്ലയുടെ പ്രധാന എതിരാളികളായ BYD ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലായി 4.81 ലക്ഷം വൈദ്യുത കാറുകളാണ് വിറ്റത്. ടെസ്ലയ്ക്ക് 60,480 എണ്ണം മാത്രം. മുൻ വർഷത്തെ അപേക്ഷിച്ച വിൽപ്പന 14% കുറഞ്ഞു. കഴിഞ്ഞ 3 വർഷമായി BYD 10 ലക്ഷത്തിലധികം കാറുകളാണ് പ്രതിവർഷം വിൽപ്പന നടത്തുന്നത്. വിലക്കുറവ് തന്നെയാണ് BYD കാറുകളുടെ ആകർഷണം. ചൈനയിൽ ടെസ്ല കാറുകളുടെ വിൽപ്പന കുറയുന്നത് കമ്പനിയുടെ ഓഹരിയെയും ബാധിച്ചു തുടങ്ങി. അതേസമയം പ്രതിസന്ധി കനത്തതോടെ ഇന്ത്യയിലേക്കാണ് മസ്കിന്റെ നോട്ടം. ആഗോള വിപണിയിൽ തിരിച്ചടി നേരിടുന്നതിനിടെ ഇന്ത്യയിൽ കാറുകൾ വിൽക്കുന്നതിനുള്ള ലൈസൻസായി ടെസ്ല ശ്രമം തുടങ്ങി. മോഡൽ Y, മോഡൽ 3 കാറുകൾക്ക് സർട്ടിഫിക്കേഷനുള്ള അപേക്ഷയാണ് ടെസ്ല ഇന്ത്യ മോട്ടോർ ആൻഡ് എനർജി ലിമിറ്റഡ് നൽകിയിരിക്കുന്നത്. ചൈനയിലെ നഷ്ടപ്രതാപം ഇന്ത്യൻ വിപണിയിൽ തിരിച്ചു പിടിക്കുമെന്നാണ് പ്രതീക്ഷ. വില കുറഞ്ഞ കാറുകൾ അവതരിപ്പിക്കാൻ ടെസ്ല ശ്രമം തുടങ്ങിയതായും റിപ്പോർട്ടുകളുണ്ട്. US പ്രസിഡന്റിന്റെ തീരുവ യുദ്ധം മറ്റു രാജ്യങ്ങളിൽ തിരിച്ചടിക്കു കാരണമാകുമെന്ന് ടെസ്ല ട്രംപിന് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ട്രംപിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായതോടെ പ്രസിഡന്റിന്റെ ആദ്യ അടുപ്പക്കാരനെന്ന നിലയിലാണ് മസ്ക് അറിയപ്പെടുന്നത്. ഇത് തീരുവ യുദ്ധത്തിൽ ടെസ്ലയെ ആഗോളതലത്തിൽ ബാധിക്കുന്നുവെന്നാണ് വിലയിരുത്തൽ. മെക്സിക്കോ, കാനഡ, ചൈന പോലുള്ള രാജ്യങ്ങൾക്കുമേൽ ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിച്ചത് അസംസ്കൃത വസ്തുക്കളുടെ വില വർധനയ്ക്കും കാരണമാകുന്നതായി ഇതിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനു പിന്നാലെ 41 രാജ്യങ്ങളിലെ പൗരന്മാർക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്താനുള്ള US നീക്കവും വലിയ ചർച്ചയാവുകയാണ്. USന്റെ സുരക്ഷ മുൻനിർത്തിയാണ് ട്രംപിന്റെ തീരുമാനം. 41 രാജ്യങ്ങളെ 3 ഗ്രൂപ്പുകളാക്കി തിരിച്ച് അവിടുത്തെ പൗരന്മാർക്ക് വിസ വിലക്കുൾപ്പെടെ ഏർപ്പെടുത്താനാണ് തീരുമാനം. ട്രംപ് ഭരണകൂടത്തിലെ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. വിസ പൂർണ്ണമായും റദ്ദാക്കുന്ന ആദ്യ ഗ്രൂപ്പിൽ 10 രാജ്യങ്ങളാണുള്ളത്. അഫ്ഗാനിസ്ഥാൻ, ക്യൂബ, ഇറാൻ, ലിബിയ, വടക്കൻ കൊറിയ, സൊമാലിയ, സുഡാൻ, സിറിയ, വെനസ്വേല, യമൻ എന്നിവയാണ് പട്ടികയിലുള്ളത്. ഇവിടെ നിന്നുള്ളവരുടെ വിസ പൂർണ്ണമായും റദ്ദാക്കും. വിസ അനുവദിക്കുന്നതിന് ഭാഗിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന രാജ്യങ്ങളാണ് 2ാം പട്ടികയിൽ. ടൂറിസ്റ്റ്, സ്റ്റുഡന്റ്, കുടിയേറ്റ വിസകൾ അനുവദിക്കുന്നതിലാണ് നിയന്ത്രണം. എറിത്രിയ, ഹെയ്തി, ലാവോസ്, മ്യാൻമർ, ദക്ഷിണ സുഡാൻ എന്നീ 5 രാജ്യങ്ങളാണ് പട്ടികയിൽ. 26 രാജ്യങ്ങളാണ് 3ാമത്തെ വിഭാഗത്തിലുള്ളത്. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായ പാകിസ്ഥാനും ഭൂട്ടാനും അടക്കമുള്ള രാജ്യങ്ങളാണ് ഈ പട്ടികയിലുള്ളത്. അങ്കോള, ആന്റിഗ്വ ആൻഡ് ബർബുഡ, ബെലാറസ്, ബെനിൻ, ബുർക്കിന ഫാസോ, കാബോ വെർഡെ, കംബോഡിയ, കാമറൂൺ, ചാഡ്, കോംഗോ, ഡൊമിനിക്ക, ഇക്വറ്റോറിയൽ ഗുനിയ, ഗാംബിയ, ലൈബീരിയ, മലാവി, മൗറിത്താനിയ, സെന്റ് കിറ്റ്സ് ആൻഡ് നെവിസ്, സെന്റ് ലൂക്ക, സാവോ ടോമെ ആൻഡ് പ്രിൻസിപ്പെ, സിയറ ലിയോൺ, ഈസ്റ്റ് തിമോർ, തുർക്ക്മെനിസ്ഥാൻ, വനുവാതു എന്നിവയാണ് പട്ടികയിലെ മറ്റു രാജ്യങ്ങൾ.
60 ദിവസത്തിനുള്ളിൽ പോരായ്മകൾ പരിഹരിക്കാൻ സർക്കാരുകൾ തയ്യാറായില്ലെങ്കിൽ ഈ രാജ്യങ്ങളിലെ പൗരന്മാരുടെ വിസ ഭാഗികമായി റദ്ദാക്കും. 2017 ട്രംപ് മുസ്ലിം ഭൂരിപക്ഷമുള്ള 7 രാജ്യങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയിരുന്നു. 2018 സുപ്രീം കോടതി ഈ തീരുമാനം അംഗീകരിക്കുകയും ചെയ്തു. പിന്നാലെ 2021 പ്രസിഡന്റ് ജോ ബൈഡനാണ് വിലക്ക് പിൻവലിച്ചത്. ജനുവരി 20 അധികാരം ഏറ്റെടുത്തതിന് പിന്നാലെ തന്നെ ട്രംപ് US വരുന്ന എല്ലാ വിദേശ രാജ്യക്കാർക്കും സുരക്ഷാ പരിശോധന കർശനമാക്കിയിരുന്നു.